വെറും 2 ചേരുവ കൊണ്ട് 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുക്കിംഗ് പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത് അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ്. ഇതുപോലത്തെ പലഹാരം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ ആദ്യം നല്ല പോലെ തന്നെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി വരണം. നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചേർക്കണ പലഹാരം പെട്ടെന്ന് കേടായി തുടങ്ങും. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ തന്നെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അതിനുശേഷം ഇതിലേക്ക് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3/4 കപ്പ് പൊടിച്ച ശർക്കര ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അഴുക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്തത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കിയിട്ട് അരിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ ശർക്കര നല്ലപോലെ തന്നെ അലിഞ്ഞ് തേങ്ങയായിട്ട് നന്നായിട്ട് യോജിച്ച് വരും. നമ്മൾ കുറച്ച് വെള്ളം തന്നെ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വരുമ്പോഴേക്കും ഇതൊന്നും കൂടെ ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് അമർത്തി ചെയ്യുമ്പോൾ അതിൽ നിന്നും എണ്ണയും നെയ്യും ഒക്കെ പുറമേക്ക് റിലീസായിട്ട് വരും. അതുകൊണ്ട് തന്നെ കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കില്ല. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയും ശർക്കരയും ഉപയോഗിച്ചുള്ള ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണൂരൊക്കെ ഇതിൻ്റെ പേര് ബിണ്ടിയ എന്നാണ്. നിങ്ങൾ എന്താണ് ഇതിനെ വിളിക്കാമെന്ന് കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയൂ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.